ഹായ്, എൻ്റെ പേര് ഷഹ. ഞാൻ കനൽ ഏളി ഇൻ്റർനാഷണൽ സെൻറ്റർ പ്രീ പ്രൈമറി പഠിക്കുന്ന റഷ്യൻ്റെ അമ്മയാണ്. എൻ്റെ മോളെ പറ്റിയിട്ട് പറയാറുണ്ടാൽ മോള് ഇവിടേക്ക് വരുന്നതിന് മുമ്പേ ഓള് ആരോടും ഇടപെടലൊന്നുമില്ല. ഒറ്റയ്ക്ക് ഒരു സൈഡിലായിട്ട് ഇരിക്കുക അങ്ങനെ ഇതോള്. ഒക്കെ എന്തെങ്കിലും ഒരു വിഷമം വന്നിട്ടുണ്ടെങ്കിൽ ഓളെ കാര്യങ്ങൾ ഒറ്റയ്ക്ക് ആൾക്കാരെങ്കിലും ആരടുത്തേക്ക് ഇപ്പോൾ ഒക്കെ രണ്ട് അനിയത്തികളുണ്ട്. ആ അനിയത്തികളായിട്ട് ഓളെ കൂടി കളിക്കുക ഒന്നുമില്ല. ഒരടുത്ത് ഇരിക്കുമ്പോൾ അവിടെ എണീച്ച് പോവുക അങ്ങനെ ചെയ്യും. പിന്നെ ഭക്ഷണം കഴിക്കാനൊക്കെ അറിയില്ല. ഓളെ കാര്യങ്ങളൊക്കെ ചെയ്യാനൊന്നും അറിയില്ല. ബാത്റൂമിൻ്റെ അറിയില്ല. ഇതൊന്നും ഓൾക്ക് അറിയില്ലല്ലോ. ഓള് ചെയ്യലെന്നെ ഓള് ഞാനാണെല്ലാം ചെയ്ത് കൊടുക്കല്. എല്ലാവർക്കും പമ്പേഴ്സ് ചെയ്ത് കൊടുക്കല്. ബാത്റൂമിൻ്റെ പറഞ്ഞാൽ ഓൾക്ക് ബാത്റൂം പോകണേ ബ്രഷ് ചെയ്യേണ്ടതൊന്നും അറിയില്ല. ഭക്ഷണമൊക്കെ തിന്നാൻ എല്ലാം നമ്മൾ വാരി കൊടുക്കലാണ്. ഒറ്റയ്ക്ക് തിന്നാൻ അറിയില്ല. പിന്നെ ആണെങ്കിൽ ഇവിടേക്ക് വരുന്നതിന് മുമ്പേ തന്നെ അവളൊരു അടുത്തുള്ളൊരു സ്കൂളിൽ ചേർത്തിരുന്നു. സാധാ മക്കൾ പഠിക്കുന്ന സാധാ സ്കൂളിൽ അവൾ ചേർത്തിരുന്നു. ആ സ്കൂളിൽ പോയി ഒന്നാം ക്ലാസ്സിലാണ് അവളെ ചേർത്തിയത്. ആ സ്കൂളിൽ ഒന്നാം ക്ലാസ്സിൽ ആ സ്കൂളിൽ ചേർത്തിയ ടൈമിൽ ഉച്ച വരെയിൽ ആ സ്കൂളിൽ ഇരിക്കല്. കാരണം എന്താണ്, ഓൾക്ക് പമ്പേഴ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് ഉച്ച വരെ അവിടെ അവർക്ക് നോക്കാനുള്ള കഴിയില്ല. അതുകൊണ്ട് പമ്പേഴ്സ് ആയതുകൊണ്ട് ഉച്ച വരെ അവളെ ഇരുത്തലായിരുന്നു. ഉച്ച വരെ ഇരിക്കുന്ന ടൈമിൽ ഓള് ഭക്ഷണം കഴിക്കാൻ നമ്മൾ കൂട്ടി കൊണ്ടുവരാൻ. കാരണം അവിടുന്ന് എല്ലാ മക്കളും കഴിക്കുമ്പോൾ ഓരോ കൂടെ അവർക്ക് കഴിക്കാൻ അറിയില്ല. പിന്നെ അതല്ല ആ സ്കൂളിൽ ഒരു ദിവസം പോകുമ്പോൾ കാരണം അവൾ ഒറ്റയ്ക്ക് നടന്ന് കളിക്കുക, അല്ലാതെ ക്ലാസ്സിൽ ഇരിക്കില്ല. ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്ന് കളിക്കലും. കുട്ടികളൊക്കെ ഒരു ദിവസം പോയപ്പോൾ കണ്ടത് ഓള് പമ്പേഴ്സ് മാത്രം ഇട്ടിട്ട് നിൽക്കുന്നതായിരുന്നു കണ്ടത്. കാരണം ടീച്ചർ ക്ലാസ് എടുത്താൽ ഓള് പമ്പേഴ്സ് ഇട്ടിട്ട് ഇങ്ങനെ ജനലിൻ്റെ അവിടെ നിൽക്കുന്നതായിരുന്നു കണ്ടത്. അത് കണ്ടപ്പോൾ ഈ ഹസ്ബൻഡ് എനിക്ക് കൂട്ടാൻ പോയത് റഷനെ കൊണ്ട് ഭയങ്കര സങ്കടമായിരുന്നു അത് കണ്ടതിന് ശേഷം. പിന്നെ ആ സ്കൂളിൽ പിന്നെ ഓളെ പറഞ്ഞയച്ചിട്ടില്ല. പിന്നെ അവിടേക്ക് പോകുമ്പോൾ പിന്നെ വീട്ടിൽ നമ്മുടെ വീടിനടുത്തുള്ള ബീത്ത പറയുന്ന ഒരു താത്തണ്ട്. ആ താത്താണ് നമുക്ക് ഇങ്ങനെ ഒരു കനല് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്, ഈ മക്കൾക്കായിട്ടുള്ള സ്കൂളാണൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. അതിനു മുമ്പ് നമുക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു സ്കൂളുള്ള കാര്യമൊന്നും അറിയില്ലായിരുന്നു. മോക്ക് 7 വയസ്സ് കഴിയാൻ നേരത്താണ് ഈ സ്കൂളിനെ പറ്റിയിട്ട് നമ്മൾ അറിയുന്നത് തന്നെ. ഈ സ്കൂളിലേക്ക് മോളെ കൊണ്ടുവന്നപ്പോൾ മോളായിട്ട് ഹസ്ബൻഡിന് വന്നത് ഈ സ്കൂളിലേക്ക്. മോളെ ഫസ്റ്റായിട്ട് സ്കൂളിലേക്ക് കൊണ്ടുവന്ന ടൈമിൽ ഇവിടെയുള്ള പ്രിൻസിപ്പളായാലും മോളോടുള്ള പെരുമാറ്റ രീതി ആയാലും സ്കൂളിലേക്ക് മോള് ചേർന്ന് ഇപ്പോൾ 1 വർഷമാവാനായി സ്കൂളിലേക്ക് മോള് ചേർന്നതിന് ശേഷം മോൾക്കുണ്ടായ മാറ്റങ്ങൾ ടീച്ചേഴ്സ് ആയാലും പ്രിൻസിപ്പാളായാലും മോളോടുള്ള ഇടപെടൽ ഇവിടെയുള്ള ഓരോ സ്റ്റാഫായാലും എല്ലാവരും മക്കളോട് ഇവിടെയുള്ള മക്കളെ എല്ലാം ഓരോ സ്വന്തം വീട്ടിലുള്ള പോലെ കണ്ടിട്ടാണ് മോളോട് ഇടപെടുന്നത്. മോൾക്ക് വന്ന ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. ഇപ്പോൾ ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഏറ്റവും വലിയ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ അവള് പമ്പേഴ്സ് പറയുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ കുറേ യൂസ് ചെയ്യുന്നത് കുറഞ്ഞു വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ മാസം ഒരു പാക്കറ്റിന് കൂടുതൽ പമ്പേഴ്സുകളൊക്കെ വരല്. അത് നല്ല ചിലവായിരുന്നു. നമ്മളെ കൊണ്ട് കഴിയാത്തൊരു ഇതായിരുന്നു. പക്ഷെ എന്നാലും അതൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. കാരണം 8 വയസ്സായി നോക്ക് പമ്പേഴ്സുകൾ ഉപയോഗിക്കാൻ പറയുന്നത് ഭയങ്കര വിഷമമാണ് കാര്യമാണ്. അത് ഒറ്റയ്ക്ക് ചെയ്യാൻ തുടങ്ങി പറയുമ്പോൾ ഭയങ്കര ഇതാണ്. ഒറ്റയ്ക്ക് തന്നെ ബാത്റൂം പോയിട്ട് നല്ലൊരു ബാത്റൂം ട്രെയിനിങ് ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഒറ്റയ്ക്ക് ബ്രഷ് ചെയ്യാൻ തുടങ്ങിയോളൂ. അറിയാം, രാവിലെ എണീച്ചപാട് ആദ്യം ബ്രഷിൻ്റെ അടുത്തേക്കാണ് അവൾ പോകില്ല. അത് ഒറ്റയ്ക്കല്ല അവൾ ചെയ്യുന്നത്. ബ്രഷ് ചെയ്യുമെന്ന് വെച്ചാൽ ബ്രഷ് ചെയ്തതിന് ശേഷം അവൾ എന്നിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിക്കുന്നവളല്ലേ ആദ്യം അവൾക്ക് അറിയില്ല. ഓളെന്താക്കും ഭക്ഷണം ഡയറക്റ്റ് ഭക്ഷണം തിന്നും. അത് ബ്രഷ് തേക്കണോ അത് ആവശ്യമുണ്ടോ അതൊന്നും അവൾക്ക് അറിയില്ലായിരുന്നു. പിന്നെ ഞാനും ഹസ്ബൻഡ് നമ്മളാരെങ്കിലും ഈ സ്കൂളിൽ വരുന്നതിന് മുമ്പ് നമ്മളാരെങ്കിലും ഒരാൾ സംസാരിക്കുന്നതോ നമ്മളെന്തെങ്കിലും സംസാരിക്കുന്ന നമുക്ക് ദേഷ്യം വരും. നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമില്ല. ആരെങ്കിലും സംസാരിക്കുമ്പോൾ നമുക്ക് ചൂടാവും, നമ്മൾ ഒച്ചപ്പെടും, അതൊക്കെയുള്ളൂ പ്രശ്നം. പക്ഷെ ഇപ്പൊ ഇവിടെ വന്നിട്ട് 1 കൊല്ലമാണ് പക്ഷേ ഇപ്പോൾ നമ്മളിപ്പോൾ അത്ഭുതപ്പെട്ട ഒരു കാര്യം അതൊക്കെയാണ്. റഷ്യക്ക് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ഒരു കുഴപ്പമില്ല. ഓളെ ഇടയിൽ വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ ഓള് അതൊന്നും ഒരു വിഷയമില്ല. ഓള് ചിലപ്പോൾ ഓളെ പറ്റി പറയാൻ ഓള് ചിരിക്കും. റഷ്യ അങ്ങോട്ട് വാ പറഞ്ഞാൽ വരും. പേര് വിളിക്കുമ്പോൾ തന്നെ റഷ്യ ഇപ്പോൾ ശ്രദ്ധിക്കും. റഷ്യ പറയുമ്പോൾ അറിയാം. റഷ്യ ബായി പറയുമ്പോൾ ഇവിടുത്തെ ടീച്ചേഴ്സ് പറഞ്ഞു കൊടുത്തിട്ടോള് ബായി ഒക്കെ അറിയാം. പിന്നെ ഇപ്പോൾ പോകുമ്പോൾ റഷ്യ ഒറ്റയ്ക്ക് ബാഗ് ഇടും. ഓളെ കിറ്റ് ഓളെ ഒറ്റയ്ക്ക് തന്നെ പിടിക്കും. അത് നമ്മൾ പറയണമല്ലേ, റഷ്യ ബാഗ് എടുത്ത് കിറ്റ് എടുക്കും പറയുമ്പോൾ ഓളെ ബാഗ് കറക്റ്റ് പോയിട്ട് ക്ലാസ്സിൽ ഹസ്ബൻഡാണ് വിളിക്കല്. ഇവിടുത്തെ ടീച്ചേഴ്സ് ബാഗ് എടുക്കാൻ പറയുമ്പോൾ റഷ്യ ഒറ്റയ്ക്കുള്ള ബാഗ് പോയിട്ട് എടുക്കും. റഷ്യ കിറ്റ് എടുക്കും പറയുമ്പോൾ ആ റഷ്യൻ്റെ കിറ്റ് ഏതാണ് റഷ്യ നോക്കി ഒറ്റയ്ക്ക് പോയിട്ട് എടുക്കും. അതൊക്കെ ഇവിടെ വന്നിട്ട് റഷ്യക്ക് ഉണ്ടായ ഒരുപാട് ചേഞ്ചസ് ആണ്. പിന്നെ ഒറ്റയ്ക്ക് ഫുഡ് കഴിക്കും റഷ്യ. ആരും വാരി കൊടുക്കേണ്ട ആവശ്യമില്ല. ഓളെ ഒറ്റയ്ക്ക് അവിടെ ഇവിടെ ആയാലും ഓളെ ഒറ്റയ്ക്ക് തിന്നും.
പിന്നെ എന്തെങ്കിലും ഭക്ഷണം താഴത്ത് തൊഴിലുണ്ടെങ്കിൽ അതെല്ലാം അവൾ നുള്ളിപ്പറക്കി ഒരു പ്ലേറ്റിലേക്ക് ഓള് വെക്കും. ആ ഒരു വൃത്തിയിലൊക്കെ ഓള് ചെയ്യും. പിന്നെ ഒറ്റയ്ക്ക് ഇപ്പൊ ഡ്രസ്സ് ഇടാൻ ഓള് പഠിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇന്നലെ ഓള് ഒറ്റയ്ക്ക് തന്നെ പനിയല് തിരിച്ചിട്ട് റെഡിയാക്കിയിട്ട് തന്നെ ഓളിട്ട് അങ്ങനെ ഡ്രസ്സ് ഒറ്റയ്ക്ക് ഓള് ഇടാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് ചേഞ്ചസ് പക്ഷേക്ക് ഇവിടെ വന്നതിന് ശേഷം ഉണ്ടായിക്കുന്നത്. പിന്നെ പെൻസില് മോള് വെച്ചാൽ നമ്മള് വിചാരിക്കാത്ത ഒരു സംഭവം വെച്ചാലാണ് എൻ്റെ മോള് എഴുതുള്ളത്. ഞാൻ കുറെ എൻ്റെ രണ്ടാമത്തെ മോളിപ്പോ UKG-യിലാണ്. ഓളെ എഴുതുന്നത് ഓളെ പഠിപ്പിക്കുന്നത് കാണുമ്പോൾ ഞാൻ കുറെ മനസ്സിൽ വിചാരിച്ചിരുന്നത് പക്ഷെ അതുപോലെ എനിക്ക് റഷനെ പഠിപ്പിക്കാൻ കഴിയില്ലല്ലോ ഉള്ളത് ഞാൻ ഒരുപാട് ചിന്തിച്ചിരിക്കുന്നത്. റഷ അങ്ങനെ പഠിച്ചിട്ടുണ്ടെങ്കിൽ റഷ ഇപ്പോൾ 2-ലെത്തേണ്ട പ്രായമായില്ലേ. റഷ ഒരുപാട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ എനിക്ക് പഠിപ്പിക്കാൻ റഷനല്ല കഴിയാത്തത്. ഇപ്പൊ അതല്ല റഷ ഒറ്റയ്ക്ക് ചെയ്തു. അങ്ങനെ ഓരോ ലെറ്റേഴ്സ് ആയാലും ഇപ്പോൾ ഒറ്റയ്ക്ക് എഴുതാന്നത് കാണുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷമാണ്. അല്ലെങ്കിൽ ഓളെ മൂലൊക്കെ പോയിട്ട് ടോയ്സിൽ വിളിച്ച് കളിക്കലായിരുന്നു. അപ്പൊ അതല്ല ഓളെ അനിയത്തിയുടെ കൂടെ നിന്നിട്ട് ഓള് ടോയ്സിൽ കളിക്കും. പിന്നെ നമ്മളെ വിളിച്ചാൽ നമ്മളെ കൂടെ നിന്നിട്ട് കളിക്കാൻ വരും. ഭക്ഷണം കഴിക്കാൻ ഒപ്പരം ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കും. പിന്നെ ഓളെ ഭക്ഷണം എടുത്തിട്ട് ഓളെ ഒറ്റയ്ക്ക് ഒരു മൂലയ്ക്ക് പോയിട്ട് ഇരുന്നിട്ടൊക്കെ തിന്നാല് അത് മാറി കംപ്ലീറ്റ്ലി അത് തന്നെ മാറിയിട്ടില്ല. അതാണ് ഏറ്റവും വലിയൊരു ഇത് ഇവിടെ വന്നതിന് ശേഷം. ഞാൻ എപ്പോഴും വലിയ പറയുന്ന ഒരു കാര്യമാണ് എൻ്റെ ഹസ്ബൻഡിനോട്. ഈ സ്കൂളിന്റെ മോൾക്ക് 8 വയസ്സായി. ഈ സ്കൂൾ ഇതിന് മുമ്പേ അവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയാതെ പോയിട്ടുള്ളത് ഒറ്റൊരു ഇതാണ് നമ്മൾ പറയല്. ഇതിന് മുമ്പേ അവിടെ ഉണ്ടെങ്കിൽ എൻ്റെ മോൾക്ക് ഒരുപാട് മാറിപ്പോയിരിക്കും നമ്മൾ പറയും. കാരണം അവിടെ ഒരു വന്നിട്ട് ഒരു കൊല്ലമാകുമ്പോഴത്തേക്ക് ഇത്ര ചെയ്തതിന്റെ മോക്ക് ഉണ്ടായിരിക്കുന്നത്. അതിന് ഏറ്റവും വലിയൊരു ഇതാണ്. പിന്നെ അവിടെ ഉള്ള ടീച്ചേഴ്സ് ആയാലും പാരന്റ്സ് ആയാലും സ്റ്റാഫുകളായാലും എല്ലാവരും ഒരു ഫാമിലി പോലെയാണ് കാണുന്നത്. ഒരു വേർതിരിവൊന്നുമില്ല. എല്ലാവരും നല്ല കെയറിങ്ങും ഇതൊക്കെയാണ് മക്കളെ കാണിക്കുന്നത്. ഒരു വേർതിരിവൊന്നും കാണിക്കാതെ അത് നമ്മളെ കണ്ണിൽ തന്നെ കാണുന്നുണ്ട്. ഇവിടേക്ക് വന്നാൽ നമ്മളെ കണ്ണിൽ തന്നെ അത് കാണും. കാരണം അതൊരു വേർതിരിവൊന്നും കാണിക്കാതെ ഒരു ഫാമിലി പോലെയുള്ള ഒരു സ്ഥാപനമാണ് ഈ തണൽ പറയുന്ന സ്കൂൾ.